2.5 വർഷമായി നിലച്ചുകിടക്കുന്ന മുക്കം ടൗണിലെ ശുദ്ധജല വിതരണം പുനരാരംഭിക്കാൻ അധികൃതർ നടപ്പാക്കിയ പദ്ധതിയും ഫലം കണ്ടില്ല. കോടികൾ മുടക്കി നവീകരിച്ച നഗരത്തിലെ റോഡ് വെട്ടിപ്പൊളിക്കാതെ PC ജംഗ്ഷനിൽ പുതിയ സാങ്കേതിക വിദ്യയോടെ പുതിയ പൈപ്പുകൾ സ്ഥാപിച്ചെങ്കിലും ആദ്യ പമ്പിങ്ങിൽ തന്നെ പഴയ പൈപ്പുകൾ പൊട്ടിയതോടെ പദ്ധതി പരാജയപ്പെടുകയായിരുന്നു. കുടിവെള്ള വിതരണം എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടതോടെയാണ് അധികൃതർ ശുദ്ധജല വിതരണം പുനഃസ്ഥാപിക്കാൻ നടപടി സ്വീകരിച്ചിരുന്നത്. മുക്കം ടൗണിലെ വ്യാപാരികൾക്കും പരിസര പ്രദേശങ്ങളിലെ നിരവധി കുടുംബങ്ങൾക്കും ആശ്വാസമായി 2.5 വർഷമായി നിലച്ചുകിടക്കുന്ന ശുദ്ധജല വിതരണം പുനരാരംഭിക്കാൻ അധികൃതർ നടപ്പാക്കിയ പദ്ധതിയും ഫലം കണ്ടില്ല. കോടികൾ മുടക്കി നവീകരിച്ച നഗരത്തിലെ റോഡ് വെട്ടിപ്പൊളിക്കാതെ PC ജംഗ്ഷനിൽ പുതിയ സാങ്കേതിക വിദ്യയോടെ പുതിയ പൈപ്പുകൾ സ്ഥാപിച്ചെങ്കിലും ആദ്യ പമ്പിങ്ങിൽ തന്നെ പഴയ പൈപ്പുകൾ പൊട്ടിയതോടെ പദ്ധതി പരാജയപ്പെടുകയായിരുന്നു. റിവേഴ്സ് പമ്പിംഗ് നടത്തിയതോടെ റോഡിനടിയിലെ വർഷങ്ങൾ പഴക്കമുള്ള പൈപ്പുകൾ പല സ്ഥലത്തും പൊട്ടുകയായിരുന്നു. നേരത്തെ കുടിവെള്ളം വിതരണം ചെയ്തിരുന്ന പൈപ്പ് 2.5 വർഷം മുൻപ് പൊട്ടിയതോടെയാണ് നഗരത്തിലെ ശുദ്ധജല വിതരണം നിലച്ചുപോയത്. ഇതോടെ നഗരത്തിലെ കച്ചവട സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ, കൂൾബാറുകൾ എന്നിവയ്ക്ക് പുറമെ ഗാർഹിക ഉപഭോക്താക്കളും ജല അതോറിറ്റിയുടെ ശുദ്ധജലം കിട്ടാതെ ബുദ്ധിമുട്ടിലായിരുന്നു. PC ജംഗ്ഷൻ മുതൽ ആലിൻചോട്, ഓർഫനേജ്, മാർക്കറ്റ് റോഡ്, പെരളിയിൽ, മൂലത്ത്, വണ്ടൂർ, പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള ജലവിതരണമാണ് തടസ്സപ്പെട്ടിരുന്നത്. കാലപ്പഴക്കം ചെന്നതും വ്യാസം കുറവായതുമായ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുകയായിരുന്നു ഏക പരിഹാരം. മുക്കം ടൗൺ നവീകരണത്തിൻ്റെ ഭാഗമായി നവീകരിച്ച റോഡ് കുത്തിപ്പൊളിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് അനുമതി നിഷേധിച്ചതോടെ അറ്റകുറ്റപ്രവൃത്തി നടത്താനോ പൈപ്പ് മാറ്റി സ്ഥാപിക്കാനോ സാധിക്കാതെയുമായി. റീസ്റ്റോറേഷൻ ചാർജായും സെക്യൂരിറ്റി ഡെപ്പോസിറ്റായും 3 ലക്ഷത്തോളം രൂപയാണ് PWD ആവശ്യപ്പെട്ടിരുന്നത്. തുടർന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിരാഹാര സമരം ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ നടത്തിയെങ്കിലും ഫലമുണ്ടായിരുന്നില്ല. ഇതിനിടെ നഗരസഭയിലെ ഇടത് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ കൊടുവള്ളിയിലെ ജല അതോറിറ്റി എഞ്ചിനീയറുടെ ഓഫീസിന് മുൻപിൽ ധർണയും നടത്തിയിരുന്നു. എന്നിട്ടും അധികൃതർ കണ്ണു തുറന്നില്ല. ഇതോടെയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചത്. തുടർന്ന് കുടിവെള്ളം വിതരണം എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിടുകയായിരുന്നു. കഴിഞ്ഞ നവംബറിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഉത്തരവ് ഇറങ്ങിയത്. എന്നാൽ ഉത്തരവ് നടപ്പാക്കാത്തതിനെതിരെ വ്യാപാരികൾ ഹൈക്കോടതിയെ സമീപിക്കാനിരിക്കെയാണ് അധികൃതർ തുടർ നടപടികൾ സ്വീകരിച്ചത്. ഈ പദ്ധതിയും പാളിയതോടെ ഇനി എന്ത് എന്നാണ് വ്യാപാരികളുടെ ചോദ്യം. ഇതിനിടെ PC ജംഗ്ഷൻ ആലിൻചോട് റോഡിൽ പ്രവൃത്തിക്കായി വെട്ടിപ്പൊളിച്ച റോഡിലെ അവശിഷ്ടങ്ങൾ 2 ആഴ്ചയ്ക്കിപ്പുറവും ഇവിടെ നിന്ന് മാറ്റാനും അധികൃതർ തയ്യാറായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, മുക്കം.